പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ ഈ ഒരു ചാപ്റ്റർ, അതായത് 6ാം ക്ലാസ് ബേസിക് സയൻസിലെ 9th ചാപ്റ്റർ ആയിട്ടുള്ള മിക്സ് ആൻഡ് സെപ്പറേറ്റ്, ചേർക്കാം പിരിക്കാം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഏറ്റവും കുഞ്ഞിയ ഒരു ടോപ്പിക്കാണ് വരുന്നത്. സാൻഡ് ആസ് എ ഗുഡ് സീവ്, അതായത് മണ്ണ് നല്ലൊരു അരിപ്പയാണ് എന്നുള്ള കേട്ടോ. അപ്പം നമ്മുടെ വീടുകളിലെ കിണറിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ എന്തൊരു ക്ലിയർ ആണല്ലേ. ആ ഒരു ക്ലിയറിന് കാരണം എന്താണ്? മണ്ണ് അത്രയും നല്ലൊരു അരിപ്പയാണ്, അത്രയും സീവായിട്ട്, അത്രയും നല്ല ഒരു സീവായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ വെള്ളം ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെയുള്ള നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റൊക്കെ പോകുന്ന സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ടാവില്ലേ മക്കളെ, അതിലുള്ള വെള്ളവും ഇതുപോലെ തന്നെ നമ്മുടെ മണ്ണിലൂടെ അരിച്ചിറങ്ങിയില്ലേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കിണറിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ സെപ്റ്റിക് ടാങ്കുകളൊക്കെ വെക്കുന്ന സമയത്ത് ഇതിലുള്ള പാർട്ടിക്കിൾസ് മണ്ണിലൂടെ കണ്ടാമിനേറ്റ് ചെയ്ത് അരിച്ചടിച്ച് വന്ന ഈ ഒരു നമ്മുടെ വെള്ളിലെ, അതായത് കിണറിലെ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം മണ്ണ് നല്ല ഒരു അരിപ്പയാണ്, അത് ഏത് സംഭവങ്ങളെ അരിക്കും. അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്കിലെ വെള്ളമാണെങ്കിലും അരിച്ച് നമ്മുടെ കിണറിലെ വെള്ളത്തിലോട്ട് എത്തിക്കാൻ കഴിയും അല്ലേ. മണ്ണിലൂടെ അവ ഒഴുകിപ്പോവും. അതുപോലെ നമ്മുടെ കിണറിലെ വെള്ളവും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ വീടൊക്കെ എടുക്കുന്ന സമയത്തും കിണറൊക്കെ ഉണ്ടാക്കുവാണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാണ്, പുതുതായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് പോകുന്ന സെപ്റ്റിക് ടാങ്കുകളൊന്നും അടുത്തായിട്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എത്രയോ അടുത്താണോ അത്രയും കൂടുതൽ ഈ ഒരു കണ്ടാമിനേഷൻ, ഈ ഒരു സെപ്റ്റിക് ടാങ്കിലെ വെള്ളവും നമ്മുടെ കിണറിലെ വെള്ളവുമായിട്ടുള്ള മിക്സിങ് നടക്കും. അപ്പോൾ നമുക്ക് പ്യുവർ വാട്ടർ ആയിരിക്കില്ല കുടിക്കാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മണ്ണ് നല്ലൊരു അരിപ്പയാണ്, സാൻഡ് ആസ് എ ഗുഡ് സീവ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായിട്ട് പറയുന്നത്. മക്കൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഗ്രൂപ്പുകളിൽ ചോദിക്കൂട്ടോ. അപ്പം ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ആണല്ലേ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതോ 2 3 ഡെഫിനിഷൻസ് പഠിക്കാനുണ്ടല്ലേ. ബാക്കി അതൊഴിച്ചാൽ ബാക്കി മക്കൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. നല്ലപോലെ പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.